കർത്താവായ യേശു ക്രിസ്തുവിലെ അവർക്കും വന്ദനത്തെ ചൊല്ലുന്നു. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഒരുമിച്ചെത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസം കഴിഞ്ഞാൽ പുതിയ വർഷത്തിലേക്ക് ദൈവം ആയുസ്സും ആരോഗ്യവും നീട്ടിത്തന്നാൽ നമ്മൾ കാലുവെടുത്ത് വെക്കും. ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരെയുള്ള ദിവസങ്ങൾ ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ്. നമുക്ക് വലിയ സന്തോഷവും വലിയ ആനന്ദങ്ങളും നൽകുന്ന ഈ ദിവസങ്ങളുടെ നടുവിൽ അതിനേക്കാൾ ആനന്ദമേറുന്ന, അതിനേക്കാൾ സന്തോഷമേകുന്ന, അതിനേക്കാൾ നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഒരു വാർത്തയെക്കുറിച്ച് വിളിച്ചു പറയാനാണ് ഈ വർഷത്തിന്റെ അവസാന ദിവസത്തിൽ ഞങ്ങൾ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഇവർക്ക് മറ്റൊന്നിനും സമയമില്ലയോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തയിൽ വന്നേക്കാം. എന്നാൽ ഇങ്ങനെ ഈ തെരുവിന്റെ നടുവിൽ ഞങ്ങൾ നിൽക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഞങ്ങളെ നിത്യതയ്ക്കായി ഒരുക്കിയ ഒരു സർവശക്തനായ യേശു ഉണ്ട് എന്നും ഞങ്ങൾ അറിഞ്ഞ സത്യം ഞങ്ങൾ പാർക്കുന്ന, ഞങ്ങൾ ഇടപെടുന്ന ഈ ദേശത്തോട് വിളിച്ചു പറയണമെന്നുള്ള അതിയായ ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വൈകിയ സമയത്ത് ഇങ്ങനെയായിരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ നിങ്ങളെ പോലെ ഒരുവനായി തന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം വിളിച്ചു പറയാനുണ്ട്. ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം, ഞങ്ങൾ അനുഭവിക്കുന്ന സ്വസ്ഥത, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, പിന്നെയോ ഞങ്ങളിൽ നിറഞ്ഞു വന്ന യേശു എന്ന മഹാദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നലെ വരെ ഇല്ലാത്ത സമാധാനം ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ഇന്നലെ വരെ ഇല്ലാത്ത സന്തോഷം ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ഇന്നലെ വരെ ഇല്ലാത്ത പ്രത്യാശ ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. നിങ്ങൾ ചുറ്റുപാടും നോക്കിയാൽ അറിയാം, അനേകം പേർ ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. അവരെ അതിന് തൊട്ടു മുമ്പെയുള്ള നിമിഷങ്ങളിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് സമാധാനമില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊന്നും ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല, ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയല്ല ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല ഞങ്ങളുടെ സാഹചര്യങ്ങൾ. ഇങ്ങനെ പല വാർത്തകളും പല കാര്യങ്ങളും അവരോട് ചോദിച്ചാൽ പറയാൻ സാധിക്കും. എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ വൈകിയ സമയത്ത് വിളിച്ചു പറയാനുള്ളത്, ഞങ്ങൾക്കും പ്രതിസന്ധി ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്കും രോഗമില്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് വേദനയില്ലാഞ്ഞിട്ടല്ല, നിരാശാപരമായ പല വിഷയങ്ങളില്ലാഞ്ഞിട്ടല്ല, എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ എന്നെ രക്ഷിക്കുന്ന, എന്നെ നടത്തുന്ന, എന്നെ പരിപാലിക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെ നിങ്ങളും അനുഭവിക്കേണ്ടതിനാണ് ഈ വൈകിയ സമയത്ത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെയായിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, പ്രിയ സ്നേഹിതരെ, ഈ ഭൂമിയിലെ ഒന്നിനും നിങ്ങൾക്ക് സമാധാനം തരികയില്ല. ഈ ഭൂമിയിലെ ഒന്നിനും നിങ്ങൾക്ക് സന്തോഷം തരുവാൻ സാധിക്കുകയില്ല. മദ്യപാനത്തിന് താൽക്കാലികമായ ഒരു മയക്കമോ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു സന്തോഷമോ നിങ്ങൾക്ക് നൽകി തരാൻ സാധിച്ചേക്കാം. എന്നാൽ അതിന്റെ അനുഭവങ്ങൾ വിട്ടുകഴിഞ്ഞാൽ അല്പനേരം കഴിയുമ്പോൾ വീണ്ടും സമാധാനമില്ലാത്ത അവസ്ഥയാണ്, വീണ്ടും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ്. ഭവനത്തിൽ വല്ലാത്ത അസ്വസ്ഥതകളെല്ലാം നേരിടും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന യേശു തമ്പുരാന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ നിങ്ങൾക്ക് സമാധാനം തരും. അത് ലോകം തരുന്നത് പോലെയല്ല കേട്ടോ. ലോകത്തിന് താൽക്കാലികമായി തരാനേ സാധിക്കുകയുള്ളൂ, ലോകത്തിന് അല്പനേരത്തേക്ക് തരാനേ സാധിക്കുകയുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ലോകം തരുന്നത് എന്തെല്ലാം അത് താൽക്കാലികമല്ലേ? അതിന് എത്ര നിമിഷം നീളമുണ്ട്, എത്ര കാലം നീളമുണ്ട്, എത്ര സമ്പത്ത് നിങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അതിന് എത്ര ദിവസം നിങ്ങൾക്ക് സന്തോഷം തരാൻ സാധിക്കും? എത്ര മദ്യപാനത്തിന് അടിമയായാലും എത്ര നിമിഷങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരാൻ സാധിക്കും? ഈ മദ്യപാനങ്ങളിലൂടെ കുടുംബത്തിനകത്ത് സമാധാനം ഇല്ലാതാക്കുക എന്നല്ലാതെ മറിച്ച് എന്താണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്? ഇതിലൂടെ മക്കൾക്ക് നൽകേണ്ട വിദ്യാഭ്യാസത്തിന് ഉതകേണ്ട പൈസകൾ ഇതിന്റെ പിന്നാലെ പോകുകയല്ലേ? ഇതിലൂടെ വീടിനകത്തെ സമാധാനം
നഷ്ടപ്പെടുകയല്ലേ. ഇതിലൂടെ ഭവനത്തിനകത്തെ എന്തെല്ലാം കാര്യങ്ങളാണ് നഷ്ടപ്പെടുന്നത്. എന്തിനു വേണ്ടിയാ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അല്പസമാധാനത്തിന് വേണ്ടി. എന്നാൽ നമ്മൾ മൂലം എത്ര പേരുടെ സമാധാനവും സ്വസ്ഥതയുമാണ് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ അല്പനേരം ഒന്ന് ചിന്തിക്കാറുണ്ടോ? ഇപ്പോഴത്തെ അതിനേക്കാൾ വലിയൊരു വിപത്താണ് മയക്കുമരുന്നിന്റെ സ്വാധീനം. യുവാക്കളെ, യുവതികളെ പ്രായഭേദമില്ലാതെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. അത് ഉപയോഗിച്ചാൽ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്കോ വീട്ടിലുള്ള ഒരാൾക്ക് പോലും അറിയത്തില്ല ഉപയോഗിച്ചോ അത് കയ്യിലുണ്ടോ എന്ന് പോലും. അത് മാത്രമല്ല, ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം ഭയങ്കര ക്രൂരമായ സ്വഭാവത്തിന് ഉടമകളായി നമ്മുടെ നാട്ടിലെ യുവാക്കളും യുവതികളും അല്ലെങ്കിൽ മറ്റുള്ളവരും എല്ലാം മാറുകയല്ലേ. നമ്മൾ ദിനം പ്രതി പത്രവാർത്തകളിലൂടെയോ TV മാധ്യമങ്ങളിലൂടെയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് പിടികിട്ടും. ക്രൂരമായ മനസ്സിന് ഉടമസ്ഥരായി മാറപ്പെടുന്ന ഒരു കൂട്ടത്തെ വാർത്തെടുക്കുന്ന നാടായി നമ്മൾ പാർക്കുന്ന നാട് മാറിയോ എന്ന അത്ഭുതം തോന്നാറുണ്ട്. ഇതിൽ നിന്നെല്ലാം എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുന്നത്? ഇതിൽ നിന്നെല്ലാം എങ്ങനെ മറികടക്കാൻ പറ്റും? ഇതെങ്ങനെയാണ് ഇതിനെ മറികടക്കുന്നത്? മനസ്സിന്റെ അസ്വസ്ഥത, താളപ്പിഴകൾ ഉണ്ടാകുന്ന ജീവിതം, സാമ്പത്തിക പ്രശ്നങ്ങൾ, രോഗത്തിന്റെ അതികഠിനമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ വിളിച്ചു പറയാനുണ്ട്. ഇതിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ ആ നാമം യേശു എന്ന നാമം മാത്രമാണ്. ആ യേശുവിനെ വിളിച്ചു പറയാനാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. മറ്റൊന്നും പറയാനല്ല. യേശു എന്ന നാമത്തെ കുറിച്ച് യേശുവിനെ നിങ്ങളെ വിടുവിക്കാൻ സാധിക്കും. പാപത്തിൽ നിന്ന്, ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് നിത്യമായ സ്വർഗമൊന്നുണ്ടെന്നും ആ നിത്യമായ സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകേണ്ടതിനായി സ്വർഗത്തിൽ നിന്ന് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവറിയിൽ ത്യാഗമായി തീർന്ന തന്റെ ജീവനെ എനിക്കും നിങ്ങൾക്കുമായി നൽകി തന്ന 3-ാം നാൾ സ്വർഗോന്നതങ്ങളിലേക്ക് കയറപ്പെടേണ്ടതിനായി കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു യേശു തമ്പുരാനുണ്ട്. ആ യേശുവിനെ പരിചയപ്പെടുത്താനാണ് ഈ വൈകിയ സമയത്ത് ഞങ്ങൾ ഇവിടെ ഒന്നിച്ചു കൂടിയത്. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ പരിചയപ്പെടുത്താനാണ്. ഏതു പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങളെ താങ്ങാൻ ഒരു യേശുവുണ്ട്. പാപമില്ല എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായി പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. പാപമില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വേണ്ടല്ലോ, പാപമില്ലെങ്കിൽ ജയിൽ വേണ്ടല്ലോ, പാപമില്ലെങ്കിൽ നമ്മുടെ വീടുകൾക്ക് ലോക്ക് പോലും വേണ്ടല്ലോ. കാരണം ആരും വന്ന് കുത്തി തുറക്കിയില്ല, ആരും നമ്മളെ ഒന്ന് മോഷ്ടിച്ചോണ്ട് പോയില്ല, ആരും അപകരിക്കുകയൊന്നും ചെയ്യത്തില്ല. എന്നാൽ പാപമുണ്ട്. പാപത്തിന്റെ പരിണിത ഫലമാണ് നമ്മൾ മോഷ്ടാക്കളായി പോകുന്നത്. പാപത്തിന്റെ പരിണിത ഫലമാണ് നമ്മൾ മദ്യപാനികളാകുന്നത്. പാപത്തിന്റെ പരിണിത ഫലമാണ് നമ്മൾ ഓരോ മയക്കുമരുന്നിന് അടിമകളായി മാറുന്നത്. പാപത്തിന്റെ പരിണിത ഫലമാണ് നമ്മൾ മറ്റുള്ളവർക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പാപത്തിന്റെ പരിഹാരകനായി ഒരു യേശു തമ്പുരാനുണ്ട്. ആ യേശു തമ്പുരാൻ ഇന്നും ജീവിക്കുന്നു. ആ യേശു തമ്പുരാൻ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് നിങ്ങൾക്കും എനിക്കും വേണ്ടി പക്ഷവാദം ചെയ്യുന്നുണ്ട്. മറ്റൊന്നിനും വേണ്ടിയല്ല, നിങ്ങളുടെയും എന്റെയും രക്ഷയ്ക്കായിട്ട്. നമുക്ക് കൂടിപ്പോയ 70, ഏറെയായാൽ 50, അതിനകത്ത് നമ്മുടെ ജീവിതമെല്ലാം ഇവിടെ തീരും. എന്നാൽ ഇവിടെ മരിച്ചു കഴിയുമ്പോൾ മൃഗങ്ങളെ പോലെ, പക്ഷികളെ പോലെ, മത്സ്യങ്ങളെ പോലെ അവസാനമല്ല കേട്ടോ. നമ്മുടെ അകത്ത് ഒരാത്മാവുണ്ട്. ഈ ആത്മാവ് മടങ്ങിപ്പോകേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് വൈകിയ സമയം ഈ കേൾക്കുന്നവർ എവിടെയാണെങ്കിലും, അത് വീട്ടിലാണെങ്കിലും മറ്റുള്ളിടങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആത്മാവ് മടങ്ങി എങ്ങോട്ടാണ് പോകുന്നത്? അയച്ചവനായ യേശുവിന്റെ അടുത്തേക്കാണോ? അല്ല നിത്യ നരകത്തിലേക്കാണോ? അയച്ചവനായ യേശുവിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ പാപത്തെ തള്ളിപ്പറഞ്ഞ് യേശുവിന്റെ മുഖത്തേക്ക് നോക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഈ പുതിയ
പുതിയ വർഷത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒറ്റ വാക്കിൽ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഈ പുതിയ വർഷത്തിലേക്ക് കയറുന്ന മുമ്പ് നമ്മൾ ഒരു തീരുമാനമെടുക്കാമോ? എനിക്കും യേശുവിനെ കാണണം, എനിക്കും യേശുവിനെ അറിയണം, എനിക്ക് ഈ പാപ സ്വഭാവം വിടണം, എനിക്ക് ഈ മദ്യത്തിൽ നിന്ന് പുറത്തു വരണം, എനിക്ക് ഈ മയക്കുമരുന്നിൽ നിന്ന് പുറത്തു വരണം, എനിക്കും സമാധാനം വരണം, എനിക്കും മക്കളുടെ അനുഗ്രഹങ്ങൾ കാണണം, എന്റെ രോഗം സൗഖ്യമാകണം. ആഗ്രഹമുണ്ടെങ്കിൽ ആ നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. യേശുവേ, എന്നിലേക്ക് ഇറങ്ങി വരണം. യേശുവേ, എന്നോട് സംസാരിക്കണം. യേശുവേ, എന്നെ സൗഖ്യമാക്കണം. യേശുവേ, എന്റെ പാപത്തിൽ തന്നെ വിടുവിക്കണം. യേശുവേ, എന്നെ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കണമേ. പ്രാർത്ഥിക്കുമെങ്കിൽ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ ഈ യേശുവുമായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഇടയാക്കും. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകും.